ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. അടുക്കളയിൽ നിൽക്കുകയാണ് സുചിത്രയും ചന്ദ്രികയും. അതേസമയം വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് വസന്ത അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വിശക്കുന്നമ്മേ, ചോറ് തരാൻ വസന്ത പറയുമ്പോൾ കൊടുക്കണ്ടെന്ന് കാണിക്കുകയാണ് ചന്ദ്രിക. അമ്മയ്ക്കല്ലെങ്കിലും എന്നെ കാണുമ്പോൾ ശുണ്ടിയും ദേഷ്യവും വെറുപ്പുമെല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാ. എന്നാലേ ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുന്ന സുചിത്ര പറയുകയാണ്, എന്നാലേ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാ. അമ്മയ്ക്ക് നിങ്ങളോട് വെറുപ്പാണ്. ആ പാവം ദിയമോളുടെ ചികിത്സക്കായിട്ടല്ലേ അമ്മ സ്വർണം കൊടുക്കാൻ പോയത്. നിങ്ങളെന്തിനാ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടങ്കോലിട്ടത്? കൂടാതെ ആ പെണ്ണിനെ നിങ്ങളെന്തിനാ വായിൽ വേണ്ടാത്തതെല്ലാം വിളിച്ചു പറഞ്ഞത്? നിങ്ങൾക്കും രണ്ട് പെൺമക്കളാ വളർന്നു വരുന്നത്, അത് ഓർമ്മ വേണമെന്ന് സുചിത്ര പറയുമ്പോൾ വസന്ത പറയുകയാണ്, അതെനിക്ക് നന്നായി തന്നെ ഓർമ്മയുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ആ സ്വർണം കൊടുക്കാൻ സമ്മതിക്കാതിരുന്നത്. അമ്മയുടെ കയ്യിലുള്ള സ്വർണമെല്ലാം എൻ്റെ രണ്ട് പെൺമക്കൾക്കും മാത്രം അവകാശപ്പെട്ടതാ. അതെന്താണെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങിക്കും. അമ്മ എനിക്ക് തന്നില്ലെങ്കിൽ പിടിച്ചു പറിച്ചെടുക്കാനും എനിക്കൊരു മടിയുമില്ല. ഇത് കേൾക്കുന്ന ചന്ദ്രികയും സുചിത്രയും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അമ്മേ, എനിക്ക് കഴിക്കാന്താ, അല്ലെങ്കിൽ നാത്തൂനാണെങ്കിലും തന്നാ മതിയെന്ന് വസന്ത പറയുമ്പോ അവനവന് വേണ്ട ആഹാരം തനിയെ വിളമ്പി കഴിക്കാൻ ചന്ദ്രിക പറയുന്നു. ഇത് കേൾക്കുന്ന വസന്ത ചോറെടുത്ത് കഴിക്കാൻ ആരംഭിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്രികയും സുചിത്രയും. അവര് പോയല്ലോ, ഇനി കുറെ കൂടി കറിയും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ചോറും കറിയും തന്റെ പാത്രത്തിലേക്ക് വിളമ്പുകയാണ് വസന്ത. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അച്ചമ്മയും വിനുവിനെയുമാണ്. അതേസമയം പ്രകാശൻ അങ്ങോട്ടേക്ക് വരികയും ടി വി ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. നീ എന്താടാ പ്രകാശ ഈ കാണിച്ചതെന്ന് അച്ചമ്മ ചോദിക്കുമ്പോ, ഭാരിച്ച കറണ്ട് ചാർജ് എന്നെ അങ്ങ് മുകളിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പ്രകാശൻ പറയുന്നു. ഇത്രയും നേരമായില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് പ്രകാശൻ ചോദിക്കുമ്പോ, ഞങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിനക്കെന്താ നഷ്ടമെന്ന് അച്ചമ്മ ചോദിക്കുന്നു. ധനനഷ്ടം അല്ലാതെന്താ. തുടർന്ന് ഫാനും ഓഫാക്കുകയാണ് പ്രകാശൻ. കാശ് മുടക്കാൻ പ്രകാശനും കാറ്റുകൊള്ളാൻ കുറെ തിണ്ടികളും അതെന്താണെങ്കിലും ഇനി ഇവിടെ നടക്കില്ലെന്ന് പ്രകാശൻ പറയുമ്പോ മനോജ് ഹാളിലേക്ക് വരുന്നു. എന്താ ഏട്ടാ ഇത്? അച്ചമ്മയും വിനുവേട്ടനും കാറ്റുകൊള്ളുന്നതിന് വരെ ഏട്ടൻ കണക്കു പറയാൻ തുടങ്ങിയോ എന്ന് മനോജ് ചോദിക്കുന്നു. എന്തിനാ ഏട്ടൻ അവരെ ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് മനോജ് ചോദിക്കുമ്പോ ഹരിതയും അങ്ങോട്ടേക്ക് വരുന്നു. എടാ, അപമാനത്തിന് പോലും നിന്നോട് അപമാനം തന്നെയാ. സ്വന്തം കാലിൽ സ്വന്തം ചെലവ് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് മതി നിന്റെയൊക്കെ ഉപദേശമെന്ന് ദേഷ്യത്തോടെ പ്രകാശൻ പറയുമ്പോ നിർത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചന്ദ്രിക വരുന്നു. കുറെ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്. വീട് വെക്കാൻ പണം ചോദിച്ചത് മുതലാണല്ലോ നിനക്കിതൊക്കെ തുടങ്ങിയത്. വീട്ടു ചിലവിലേക്ക് നീ ഒരു പങ്ക് തരുന്നുണ്ട്. നാളെ മുതൽ നീ അത് തരണ്ട. എന്നാലെങ്കിലും നിന്റെ ഈ ചൊരുക്കൊന്ന് തീരുമല്ലോ. പ്രകാശൻ സത്യം പറയുമ്പോൾ മാത്രമാണല്ലോ അമ്മയ്ക്ക് ഇത്ര ഒച്ച ഉയരുന്നത്. അല്ലാതെ കണ്ട അനാഥ കുട്ടികൾക്ക് സ്വർണം കൊടുക്കുമ്പോഴൊന്നും അമ്മയ്ക്കൊരു പ്രശ്നവുമില്ലല്ലോ. ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, നീ വന്ദനയ്ക്ക് സ്വർണം കൊടുക്കാൻ ഒരുങ്ങിയതിന്റെ ദൃക്സാക്ഷിയല്ലേ നിന്റെ മൂത്ത മകൾ വസന്ത. അവളെ മറ്റൊരു ബോംബിന് തീയിട്ടിട്ടാ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രകാശൻ പറയുകയാണ്, വസന്തയും ഈ വീട്ടിലെ കുട്ടി തന്നെയാ. അവൾക്കും ഇതൊക്കെ ചോദ്യം ചെയ്യാനേ അധികാരവും അവകാശവും ഉണ്ട്. ഇനി ഈ വീട്ടിലേക്ക് ഞാൻ ചിലവിന് കാശ് തരണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്. എന്റെ കാശില്ലാതെ ഇവിടെ ചിലവ് നടത്താൻ അമ്മയ്ക്ക് ത്രാണിയുണ്ടോ എന്ന് ഞാനൊന്നറിയട്ടെ. തുടർന്ന് മനോജിനെ നോക്കി, ഭാര്യയുടെ ചിലവിന് ഓസില് ജീവിക്കുന്ന ജന്തു എന്ന് പറഞ്ഞ് പ്രകാശൻ അകത്തേക്ക് പോകുന്നു. തുടർന്ന് എല്ലാവരും അകത്തേക്ക് പോകുമ്പോ ആകെ തകർന്നു നിൽക്കുകയാണ് ചന്ദ്രിക. ആ നശിച്ചവള് കാരണം ഈ കുടുംബം തന്നെ രണ്ടായി പോയല്ലോ ഭഗവതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ചന്ദ്രിക. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിരിക്കുന്ന ദിയമോളെയും വന്ദനയുമാണ്. അതേസമയം ഒരു മുത്തശ്ശിയുടെ കരച്ചിൽ കേൾക്കുമ്പോ ദിയമോള് അവിടെ എന്താണെന്ന് ചോദിക്കുന്നു. അത് മോളെ, കഴിഞ്ഞ ദിവസം ഇവിടെ പൂജയ്ക്ക് വന്നപ്പോഴേ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും ഒരു മുത്തശ്ശി മാല മോഷ്ടിച്ചിരുന്നു. അന്ന് ആ സ്ത്രീ ഇവിടുന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാ പോയത്. പിന്നീട് ആ മുത്തശ്ശിയുടെ ദേഹത്തൊക്കെ ചൊറിയും ചിരങ്ങുമായി. അവസാനം അവരുടെ സ്വപ്നത്തില് ദേവി വന്ന് പറഞ്ഞത്രേ മാല മോഷ്ടിച്ചതിന്റെ ശിക്ഷയാണെന്ന്. അതിന് മാലയുമായി വന്ന് അവര് കുറ്റം ഏറ്റു പറയുകയാണ്. അത് ദേവിക്ക് എങ്ങനെ അറിയാം അമ്മേ എന്ന് ദിയമോള് ചോദിക്കുമ്പോ ദേവിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് വന്ദന പറയുന്നു. അപ്പോ എന്റെ കാലും ദേവി കാണുന്നുണ്ടല്ലോ അമ്മേ. എന്റെ കാലും ശരിയാക്കി തരുമായിരിക്കും അല്ലേ എന്ന് ദിയമോള് ചോദിക്കുമ്പോ ശരിയാക്കി തരുമെന്ന് വന്ദന പറയുന്നു. അങ്ങനെ വന്ദന വലം വെക്കാനായി പോകുമ്പോ ജഗൻ അങ്ങോട്ടേക്ക് വരികയാണ്. ദിയമോളെ കണ്ടയുടൻ തന്നെ അടുത്തേക്ക് ചെന്ന് വിശേഷങ്ങൾ ചോദിക്കുകയാണ് ജഗൻ. മോളുടെ കാലിപ്പോ എത്ര നാളായി? ഇത് ചികിത്സിച്ച് മാറാവുന്നതല്ലേ ഉള്ളെന്ന് ജഗൻ ചോദിക്കുമ്പോ ഒരു ഡോക്ടറുണ്ട്, കാർത്തിക മാധവ്. അവരെ കൊണ്ട് കാണിച്ചാൽ ശരിയാകും. പക്ഷേ വന്ദനാമ്മയുടെ കയ്യില് പണമില്ലെന്ന് ദിയമോള് പറയുന്നു. എല്ലാം ശരിയാകും മോളെ, ദേവിയെല്ലാം ശരിയാക്കി തരുമെന്ന് ജഗൻ പറയുന്നു. അതെ, എന്നെ കണ്ട കാര്യം വന്ദനാമ്മയോട് പറയണ്ട. എന്നെ ഓടിച്ചിട്ട് പിടിച്ചു കീറും. വന്ദനാമ്മേ ഒരു സിംഹം തന്നെയാന്ന് പറഞ്ഞ് ജഗൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വന്ദന കുഞ്ഞിനെ കൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. അടുക്കളയില് പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയാണ് കാണിക്കുന്നത്. അമ്മ ഇന്ന് നേരത്തെ അടുക്കളയിൽ കയറിയോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സുചിത്ര ചോദിക്കുന്നു. നീ ഇനി മുതൽ അടുക്കളയിൽ ഒരു ജോലിയും ചെയ്യണ്ട. എന്റെ മകന്റെ വായിലിരിക്കുന്നത് ഇനിയും കേൾക്കാൻ എനിക്ക് വയ്യെന്ന് ചന്ദ്രിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും വിനുവിനെയുമാണ്. അവരോരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പത്രം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നു. അതെ, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് പത്രമിടൽ അങ്ങ് നിർത്തിയെന്ന് മനോജ് പറയുന്നു. ആരോട് ചോദിച്ചിട്ടാ പത്രം നിർത്തിയതെന്ന് പ്രകാശൻ ചോദിക്കുമ്പോ അതെ, പത്രത്തിന്റെ പൈസ കൊടുക്കുന്നത് മാധവനാ. അതുകൊണ്ട് ചന്ദ്രികയും മാധവനും കൂടി ആലോചിച്ചിട്ട് പത്രം വരുത്തുന്നത് അങ്ങ് നിർത്തി. എന്താ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രകാശൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.